കിട്ടിയോ? കിട്ടി. നല്ല അജിചേട്ടനോട് അത് ചോദിക്കാൻ വരായിരുന്നു. സത്യസന്ധമായിട്ട് പറയണം, ഒരേ സമയം ധ്യാനും വിനീതും ഒരു കഥ പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടൻ ഏത് ചൂസ് ചെയ്യും? ഒരേ സമയം ഷൂട്ട് ചെയ്യാനുള്ള നല്ല കഥ ഏത്? അത് അല്ല, പിന്നെ വിനീത് 2 കൊല്ലത്തിൽ ഒരു കഥയിലേ പറയുള്ളൂ. എന്റെ നിത്യവൃത്തി നടന്നു പോണ്ടേ? ഇതാകുമ്പം എല്ലാ മാസത്തും EMI ഇവനെ അടയ്ക്കുന്നത്. ഇങ്ങനെ പോലെ കെട്ടുകഥ ഉണ്ടാക്കാൻ ഇത്ര വിദഗ്ധം മലപ്പുറം ജില്ലയിൽ വേറെ ഇല്ല. നിങ്ങൾ പറയുന്ന പോലെ ആണ്ടിലൊരു EMI അടിക്കുന്ന ചേട്ടനാണോ എല്ലാ മാസത്തെ EMI അടിക്കുന്ന അനിയനാണോ വേണ്ടതെന്ന് ചോദിച്ചാൽ അവൻ എന്ത് പറയും? സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്ന നാക്കെടുത്താന്നേ പറയൂ. അത്യാവശ്യം ടൈറ്റ് ആവുന്ന സമയത്ത് റോളിങ്ങിന് സതീതന്നൊക്കെ ഞാൻ റോൾ ചെയ്യും. അപ്പൊ ഈ കഴിഞ്ഞ ആഴ്ച ഈ പറഞ്ഞോണ്ട് ഇവൻ എന്റെ അടുത്ത് ഞാൻ ചോദിക്കുന്നതിനേക്കാളും 100% വരുന്ന ഒരു എമൗണ്ട് ഇവൻ എന്നോട് ചോദിച്ചു. അതൊക്കെ എന്തിനാ ഇവിടെ പറയുന്നേ? സാർ പോയി കിടന്നോളൂ. ഞാനൊന്നും പറയട്ടെ. സാർ പറയും. വലിയ എമൗണ്ട് ആണ് നമ്മൾ മനസ്സിലാക്കാം. വളരെ തുച്ഛമായ ഒരു എമൗണ്ട് ഇവൻ എന്റെ അടുത്ത് ചോദിച്ചപ്പം 5000 രൂപ ഞാനൊന്ന് തുച്ഛമായ എമൗണ്ട് പിടിച്ചേ സ്വന്തം പറയാൻ എന്റെ കയ്യിൽ ഇത് മാത്രമുള്ള എന്നെ പരിപാടി നിന്നെ പണിക്ക് എല്ലാത്തിനും എടുത്ത് എന്തിനാ കടം വാങ്ങിക്കാൻ? എല്ലാ സിനിമയും അതിന്റെ എന്ത് റിസൾട്ട് നോക്കാതെ പോയി ചെയ്യുന്നവരെ പ്രോത്സാഹിപ്പിക്കുന്നത് ഈ ഒരു കൊച്ചു എമൗണ്ട് ചോദിക്കാമോ? നിങ്ങളാരും ശ്രദ്ധിക്കാതെ വിട്ടൊരു സാധനമുണ്ട്. വളരെ തുച്ഛമായൊരു തുക എന്ന് പറഞ്ഞപ്പോ ഇവിടെ 5000 രൂപയെന്ന്. ഇപ്പൊ 5000 രൂപ തുച്ഛമായി. ഇവന്റെ ഇന്റർവ്യൂ വിറ്റ് മാത്രം MG റോഡിൽ 5 ഏക്കർ സ്ഥലം ബാക്കിയും കൂടെ പറ. എന്തുകൊണ്ട് ഫീമെയിൽ ലീഡ് ഇൻ ദ മൂവി അങ്ങനെ കൂടെ പറയട്ടെ. എനിക്കതല്ല, ഇത്രയും ഇന്റർവ്യൂ ഇത്രയും സിനിമക്കാരായിട്ട് ബന്ധമുണ്ടായിട്ടും ലീഡാന്ന് പറഞ്ഞ് പറ്റിച്ചത് ഇവിടെ വിശ്വസിച്ചു. പടത്തിന് ഒരു കോൺടെസ്റ്റ് വെക്കുന്നുണ്ട് ബുക്ക് മൈ ഷോ. നിന്നെ കണ്ടുപിടിക്കുന്നവർക്ക് സമ്മാനമുണ്ട്. ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണം വിൽക്കാൻ പോകും. ശരിക്കും ജീവ സത്യം പറ, ജീവയ്ക്ക് പൈസ തന്നായിരുന്നോ? ആർട്ടിസ്റ്റുകൾക്ക് തരും. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. പോവാ. ഇവള് ലൊക്കേഷനിൽ കാല് മടങ്ങിയിട്ട് എക്സ്റേ എടുക്കാൻ പോയിട്ട് എക്സ്റേ 9 ടേക്കുന്ന കാലിന്റെ തമാശ അവിടെ കിടന്നാലിക്കും. പക്ഷെ ഞാൻ സത്യം പറയട്ടെ, ഈ ധ്യാൻ ശ്രീനിവാസൻ ഇതിനു മുൻപ് കഥയും തിരക്കഥയൊക്കെ എഴുതി സംവിധാനം ചെയ്ത ഒരു സിനിമ ഏതാ അറിവുണ്ടോ? പ്രകാശം പറക്കട്ടെ. അതിനു മുൻപ് നയൻതാരയ്ക്ക് ശേഷം കഥ പറഞ്ഞത് വീണയായിട്ട്. വളർന്നതാണോ ഇവൻ നശിച്ചതാണോ? ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു. എല്ലാരും കൈവച്ചല്ലോ, ഇനി ആർക്കും പരാതിയില്ലല്ലോ. ഇതൊരു കാര്യം മറ്റേടത്ത് ഐഡിയ ആയിപ്പോയി. അവിടുന്നും കിട്ടി ഇവിടുന്നും കിട്ടി. പോയിട്ട് വരാം.